ഗുഡ് മോർണിംഗ്. എന്നാണ് മക്കളെ വിശേഷമൊക്കെ? നമുക്ക് 2-3 പ്രോബ്ലം കൂടെ ചെയ്യാമല്ലേ? എല്ലാം സെയിം ടൈപ്പാണ്, എന്നാലും ഞാൻ കുറേ പ്രോബ്ലംസ് ഇടുവാണ്. കാരണം കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുമല്ലോ. എഴുതി പഠിക്കാതെ തന്നെ നിങ്ങൾ നാച്ചുറലായിട്ട് ഇത് പഠിച്ചു പോകും കേട്ടോ. അതിന് വേണ്ടിയാണ്. The table shows daily wages of 45 workers. What is the wage of 20th worker if the workers are arranged in the ascending order of their wages? Calculate the median wage. Same question. വാല്യൂസ് മാത്രമേ മാറുന്നുള്ളൂ. ഇവിടെ ഡെയിലി വേജസ് വർക്കേഴ്സ് 400 to 508 വാല്യൂസ് തന്നിട്ടുണ്ട്. ടോട്ടൽ 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ്റെ കണ്ടതാണ്. അവർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അവർ ഇതും കൂടെ തന്നിട്ടുണ്ട്, ഈ ടേബിളും കൂടെ തന്നിട്ടുണ്ട്. എപ്പോഴും തരണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഇത് നമ്മൾ തന്നെ തയ്യാറാക്കേണ്ട ടേബിളാണ്. ചിലപ്പോൾ അവർ ഈ ടേബിൾ, അതായത് ഇത് മാത്രമല്ല ഇതിൻ്റെ വാല്യൂസും കൂടെ തന്നിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. തോന്നുന്നു എപ്പോഴും തരണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്ത് പഠിക്കാം. അപ്പം നമ്മളെങ്ങനെ എഴുതും? <500, 600, <700, <800, <900. ഇത് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആഡ് ചെയ്ത് ആദ്യം എത്രയാണ്? <500 എന്ന് പറയുമ്പം 8. ഇനി <600 വരുമ്പം 11 + 8 എത്ര വരും? 19. അടുത്തത് അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് 29. അതിൻ്റെ കൂടെ 7 ആഡ് ചെയ്ത് 36. അതിൻ്റെ കൂടെ 9 ആഡ് ചെയ്ത് 45. നമ്മളൊന്ന് പറഞ്ഞായിരുന്നു ഈ ലാസ്റ്റ് വരുന്നത് ഇതുപോലെ. ഈ ടേബിൾ തയ്യാറാക്കുമ്പോൾ, ഫ്രീക്വൻസി ടേബിൾ എന്നാണ് ഇനി പറയുന്നത്, ഇത് തയ്യാറാക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ടോട്ടൽ ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ തെറ്റിപ്പോയി അപ്പോൾ നമ്മുടെ പ്രോബ്ലം മൊത്തം തെറ്റും. അതുകൊണ്ട് ആ ഭാഗം ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കിനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പുകൾ ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മീഡിയൻ ഏത് പൊസിഷനിലാണെന്ന് കണ്ടുപിടിക്കും അല്ലേ? മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? n+1/2. ഇവിടെ n എത്രയാണ്? 45. നിങ്ങൾക്ക് അറിയാമല്ലോ. +1/2 = 46/2 = 23. അപ്പം മീഡിയൻ കിട്ടി 23. 23 എവിടെ ആയിട്ട് വരും? 600-നും 700-നും ഇടയ്ക്ക്. അപ്പം നമ്മുടെ ക്ലാസ് എവിടെയാണ്? 600 to 700. ഫസ്റ്റ് സ്റ്റെപ്പ് പഠിച്ചല്ലോ. ഇപ്പം തന്നെ പഠിച്ചു പോവാം. ഇപ്പം തന്നെ 2-3 പ്രോബ്ലം ചെയ്തു. അപ്പം ഇനിയെങ്കിലും പഠിച്ചേ പറ്റത്തുള്ളൂ, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. മീഡിയൻ കിട്ടി. മീഡിയൻ എത്രാമത്തെ പൊസിഷനിലാണെന്ന് കിട്ടി. എത്രാമത്തെയാണ് ഞാൻ ഇവിടെ എഴുതി കിട്ടില്ല, ചിലപ്പോൾ ഞാൻ തന്നെ മറന്നു. 23rd ആണ്, മനസ്സിലായി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകണം? ഡിഫറൻസ്, അതായത് കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഡെയിലി വേജസിൻ അത് സബ്ട്രാക്ട് ചെയ്യുക, വർക്കേഴ്സിന്റെ അവിടെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എവിടെയാണ് നമ്മുടെ മീഡിയം വന്നിരിക്കുന്നത്? 600 to 700. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് എങ്ങനെ ആയിരിക്കും? ഡിഫറൻസ് ഇൻ വേജസ് ബിറ്റ്വീൻ, ഏതിന്റെ ഇടയ്ക്കാണ്? ബിറ്റ്വീൻ ക്ലാസ്. ഏതാണ് നമ്മുടെ ക്ലാസ് പറഞ്ഞിരിക്കുന്നത്? 600 to 700 = 700 - 600 = 100. മനസ്സിലായല്ലോ? തേർഡ് സ്റ്റെപ്പ് ഇവിടെ. ഇനി അടുത്ത ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിഫറൻസ് ഇൻ വർക്കേഴ്സ്. വെറും വർക്കേഴ്സ് അല്ല, നമ്പർ ഓഫ് വർക്കേഴ്സ് എഴുതണേ. വർക്കേഴ്സ് ബിറ്റ്വീൻ, പിന്നെ ബാക്കി തന്നെ ബിറ്റ്വീൻ ക്ലാസ് 600 to 700. ഏതാ 600 700? 29 - 19. 29 - 19 = 10. ഇനി നമ്മുടെ കോമൺ ഡിഫറൻസ് ഡി = 100/10. മനസ്സിലായാലോ? ഇതേ ബൈ ഇതാണ്. അപ്പൊ എത്ര ഒരു ആൻസർ? 10. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി. നമ്മുടെ ആൻസർ പകുതിയായി. ഓക്കെ, ഇനി അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ തുടങ്ങാൻ പോകണം. അവർ ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഏത് കണ്ടുപിടിക്കണം? 20th വർക്കർ. അപ്പൊ നമ്മുടെ ക്ലാസ് 600-നും ഇവിടെയാണ് ക്ലാസ് കിടക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടുത്തെ 600-ൽ എത്രയാണ്? 19 ആണ്. അപ്പൊ നമ്മൾ അതിന്റെ തൊട്ടടുത്തുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്, 20th അല്ലേ? അപ്പൊ എന്നാണ് വേജ് ഓഫ് 20th വർക്കർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 20th വർക്കർ എന്ന് പറഞ്ഞാൽ 19th വാല്യൂ പ്ലസ് 9th കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 10 കൂട്ടണം. 600 + 10 610 / 2. അപ്പൊ എത്ര വരും? /2 = 12. 605 rupees ആണ് 20th പൊസിഷനിലുള്ള വർക്കറിന്റെ
വേജ് എന്ന് പറയുന്നത്. നമുക്ക് എത്രാമത്തെ കണ്ടുപിടിക്കണ്ടേ? 23rd. അപ്പൊ അതായത് അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. മീഡിയൻ വേജ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 20th പ്ലസ്, പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ കണ്ടുപിടിച്ചത് 20th നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ടത് 23rd. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3. 3ന്റെ വ്യത്യാസമുണ്ട്. 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്, ദാറ്റ് ഈസ് 20th 605 പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 605 പ്ലസ് 30 ഈസ് ഈക്വൽ ടു 635 റുപ്പീസ്. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ഫുൾ മാർക്ക് മേടിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒത്തിരി പ്രോബ്ലം ചെയ്ത് ഇതൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് ഫുൾ മാർക്ക് മേടിക്കാം. കേട്ടോ മക്കളെ? അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ഉള്ള മാർക്ക് നിങ്ങൾ കളയരുത്, ഒട്ടും കളയരുത്. ഇപ്പം മറ്റു ചാപ്റ്ററിൽ ചിലപ്പോൾ എവിടെയെങ്കിലും കാൽക്കുലേഷനിൽ പോയാൽ പോലും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മാർക്ക് കളയാൻ പാടില്ല. ഓക്കെ? എല്ലാവരും പഠിക്കുക കേട്ടോ. എല്ലാവരും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരോട് പറയണം, ഷെയർ ചെയ്യണം. ഓക്കെ മക്കളെ? താങ്ക് യു.